മാർക്കറ്റ് വേവ്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവുപോലെ ആദ്യം തന്നെ നിഫ്റ്റി പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് ഒരു 30 പോയിന്റിന്റെ പ്ലസിലാണ് ഓപ്പൺ ആയത്. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടി, പെട്ടെന്ന് തന്നെ ഡൗൺ വന്നു. എന്നാൽ തുടർന്ന് വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് ശ്രമിച്ചു എങ്കിൽ പോലും പുതിയ ഹൈ തരാൻ കഴിയാതെ ഡൗൺവേർഡ് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ പ്രകാരം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകിയിട്ടുള്ളത് എന്ന്. അപ്പോൾ വീണ്ടും പ്രൈസ് ഉയർന്നു വന്നപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് പിന്നെ നല്ല ഡയറക്ഷൻ ആയിരുന്നു, കൂടുതലൊന്നും പറയേണ്ടിയിരുന്നില്ല. അപ്പോൾ അത് സാമാന്യം നല്ല ടാർഗറ്റ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഇവിടെ വന്ന് ഈ ഏരിയകളിൽ ഞാൻ ആദ്യത്തെ സപ്പോർട്ട് രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വന്നു, വീണ്ടും അപ്വേർഡ് ശ്രമിച്ചെങ്കിലും കഴിയാതെ പിന്നെയും നിഫ്റ്റി താഴോട്ട് പോന്നു. എന്നാൽ ഏറ്റവും താഴെയായി വീണ്ടും 22,180 എന്ന ലെവലിൽ ഒരു സപ്പോർട്ടായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് രേഖപ്പെടുത്തിയ ലോ 22,232 വരെ നമ്മൾ രേഖപ്പെടുത്തിയ പ്രധാന സപ്പോർട്ടിൽ നിന്നും ഏതാണ്ട് 50 പോയിന്റിന് മുകളിൽ വരെ നിഫ്റ്റി ഡൗൺ വന്നു. അതിനുശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് നൽകിയിട്ടുള്ളത്. അത് ഒരു അപ്വേർഡ് മൂവ്മെന്റിനുള്ള ശ്രമമാണ്. നാളെ ഒരുപക്ഷെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായേക്കാം. എന്നാലും ഇന്ന് രാത്രിയിൽ ഉണ്ടാകാവുന്ന ന്യൂസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നാളെ മറ്റ് ഇൻഡെക്സുകൾ, ലോകത്തിലെ മറ്റ് ഇൻഡെക്സുകളൊക്കെ എങ്ങനെ ആണ് പ്രതികരിക്കുന്നത് എന്നത് നോക്കിയായിരിക്കാം ഒരുപക്ഷെ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഒരു പോസിറ്റീവ് നോട്ടിലാകാനുള്ള സാധ്യതയാണ് ചാർട്ട് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഫീൽ ചെയ്യുക. എങ്കിലും വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നാളെ എവിടെയാണ് ഓപ്പൺ ആകുന്നത് എന്നറിയില്ല. എന്നാൽ ഇന്ന് ലഭിച്ചിരിക്കുന്ന പ്രൈസ് മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തി നാളേക്കുള്ള നമ്മളുടെ ലെവലുകൾ, ട്രേഡിംഗ് ലെവൽ എന്താണ്, ഞാൻ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കാം. നാളേക്ക് വേണ്ടി 22,332 എന്ന ലെവലാണ് ആദ്യമായി കിട്ടിയേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,230 എന്ന ലെവൽ ആദ്യമായി കിട്ടിയേക്കാവുന്ന സപ്പോർട്ട് സോണും ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ പ്രധാനമായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. എങ്കിലും ഈ പ്രധാനമായും 22,346 എന്ന ലെവലിന് മുകളിൽ ലഭിക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ഉചിതമായ ക്ലോസിംഗ്. അതൊരു 15 മിനിറ്റ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് ആദ്യമായി പ്രതീക്ഷിക്കുക. എന്നാൽ അതിനു മുകളിൽ വീണ്ടും ഒരു ഹൈ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്, കാണാമെന്ന് കരുതുന്നു. 22,408, 22,457, 22,504 എന്നീ ലെവലുകളാണ് പ്രധാനമായ ലഭിച്ചേക്കാം എന്ന് കരുതുന്ന ലെവലുകൾ. അതിന് 22,504 ഒരു പ്രധാന ഒരു റൗണ്ട് ഫിഗർ ആണ്. അവിടെ അല്പം റെസിസ്റ്റൻസ് ഉണ്ടായേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനെയും കവർ ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് എൻ്റെ ഒരു പ്ലാനിങ് അനുസരിച്ച് 22,548, 567 എന്ന ലെവലുകളാണ്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് ഒരുപക്ഷെ കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഹൈ, അതല്ലെങ്കിൽ ഈ ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 22,230 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ഹൈ അതുവരെ രേഖപ്പെടുത്തിയ നാളെ അതേ സമയം വരെ രേഖപ്പെടുത്തുന്ന ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ വീണ്ടും കാണിക്കുന്നു എന്ന് കൺവിക്ഷൻ കിട്ടിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിലേക്കാളും താഴെയായി ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക.
അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 22,230, 22,180, 22,128, 22,098 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഈ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയവയെല്ലാം ഒരു പ്രധാന സപ്പോർട്ട് സോണുകളാണ്. ആ ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ പ്രൈസ് ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണിൽ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ നമ്മൾ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത്, ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ അങ്ങനെ ഒരു ഫീൽ വന്നാൽ എക്സിറ്റ് ചെയ്യുകയാണ് നല്ലത്. എന്നാൽ വീണ്ടും അത് ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് പരിശോധിച്ച് 15 മിനിറ്റിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പരമാവധി ലഭിച്ചേക്കാവുന്ന ടാർഗറ്റ് 22,230 ലെവലുകളിലേക്കായിരിക്കാം. അപ്പൊ ഇതാണ് നിഫ്റ്റിയിലെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. പലരും നിഫ്റ്റിയിലെ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റുകൾ ലഭിക്കുന്നുണ്ട് എന്ന് എനിക്ക് വാട്സപ്പിലൂടെ സന്ദേശം നൽകുന്നുണ്ട്. എന്നാൽ ചിലരൊക്കെ വീണ്ടും ആദ്യം നല്ല പ്രോഫിറ്റ് കിട്ടുമെങ്കിലും പിന്നീട് അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തൊക്കെ ലോസ് വരുത്തുന്നുണ്ട്. അതിനൊക്കെ അവരവർ തന്നെയാണ് ഉത്തരവാദി. എങ്കിലും നിങ്ങൾക്ക് ഇത് പ്രയോജനമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്പം കൂടി ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ട്രേഡ് പഠിക്കാൻ കഴിഞ്ഞേക്കാം. മോക്ക് ട്രേഡിംഗ് ചെയ്ത് ശീലിക്കുകയാണ് ഏറ്റവും ഇപ്പൊ പുതുതായി കടന്നു വന്നിട്ടുള്ളവർക്ക് ഏറ്റവും നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾക്കും ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ആകുന്നുണ്ടെങ്കിൽ മാത്രം, അതിനകത്തൊരു കൺവിക്ഷൻ, ഒരു ഡെയിലി ഒരു പ്രോഫിറ്റ് ഈ മോക്ക് ട്രേഡിംഗിൽ ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ റിയൽ ക്യാഷ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അവരവരുടെ താല്പര്യത്തിന് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 48,465 ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 48,208 എന്ന ലെവലാണ് ഇന്നത്തെ ലോ. അതാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന അഥവാ ഒരു ട്രെൻഡ് കൺവിക്ഷൻ കിട്ടണമെങ്കിൽ ഈ ലെവലിന് മുകളിൽ പ്രധാനമായി ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് ആയി രേഖപ്പെടുത്തിയ 48,465 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ ക്ലോസ് ആയാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് എങ്കിൽ അതിനു മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ എങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കാം പിന്നീട് നടക്കുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കുന്ന ടാർഗറ്റ് ആണ് 48,659, 48,779, 49,015 എന്ന ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ് എങ്കിലും അതിന് താഴെ ഈ ലെവലിലോട്ട് എവിടെയെങ്കിലും വന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വേണമെങ്കിൽ താഴോട്ട് ഉള്ള ടാർഗറ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നവരെ വീണ്ടും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ ഈ ലെവലുകളാണ്: 48,087, 47,950, 47,825, 47,741, 47,623 എന്നിങ്ങനെയാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. 73,602 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 73,320 ആണ് ആദ്യത്തെ സപ്പോർട്ട് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള ഈ സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യണം. എങ്കിൽ ഇതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ
73,643 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കാം എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയിരിക്കുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം. തുടർന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 73,786, 74,042, 74,211, 74,359, 557 എന്നിങ്ങനെയാണ്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിക്കും സെൻസെക്സിനൊക്കെ ഉപയോഗിക്കുന്നത് നല്ലത്. കാരണം അത് വളരെയധികം റേഞ്ചിൽ മൂവ് ചെയ്യുന്ന ഇൻഡെക്സുകൾ ആയതുകൊണ്ട് അല്പം വലിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ പൈസ ആക്ഷൻ പ്രകാരം പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ഒരു ഡിക്ലൈൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ മുകളിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായ 73,602 ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 73,258 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിലാണ് ഡയറക്ഷൻ ഡൗൺവേർഡ് തന്നെ ആയേക്കാമെന്ന് തോന്നലുണ്ടാവുക. അഥവാ ഇതാണ് എങ്കിൽ ഈ ലെവൽ വരെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടാർഗറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രിക്കായി വെയിറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിച്ചാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ട്രേഡ് ചെയ്യും. അപ്പോൾ ഡൗൺവേർഡ് വരുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ലോയോ ആണ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. എന്നാൽ അതിലും താഴെയായി ഈ ലെവലുകളിലേക്ക് ടാർഗറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡിക്ലൈൻ പ്രതീക്ഷിക്കാവുന്നതും ടാർഗറ്റുകൾ താഴോട്ട് രേഖപ്പെടുത്തിയവ നമുക്ക് കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 73,211, 73,090, 72,887, 72,725 എന്നിങ്ങനെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് കരുതുന്നു. ഈ 72,725 ഒക്കെ വളരെ സ്ട്രോങ് ആയ സപ്പോർട്ടുകളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഏരിയയിലോട്ടൊക്കെ അടുത്തെത്തുമ്പോൾ തന്നെ പുട്ട് ഓപ്ഷന്റെ പ്രോഫിറ്റ് കവർ ചെയ്ത് വീണ്ടും റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വരുന്നു. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഗുണകരമായി തോന്നുന്നു എങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ക്ലാരിറ്റി മനസ്സിലാകുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സഹ ട്രേഡേഴ്സിനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാധ്യമാകുന്ന മറുപടികൾ അവിടെ തരുന്നതാണ്. അതല്ലാത്ത പക്ഷം നമ്മളുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഇവിടെ വീഡിയോയ്ക്കിടയിൽ ചേർത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സാധ്യമാകുന്ന മറുപടികൾ അവിടെയും തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.